Hello friends, welcome to MKoding. So ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പൈത്തൺ പ്രോഗ്രാം ആണ്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു കൺവേർഷൻ ഉള്ള പ്രോഗ്രാമാണ്. സോ ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ ന്യൂസ്. ഇപ്പോൾ ഓൺലൈൻ ന്യൂസിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂസ് എടുക്കുമ്പോൾ അതിനകത്ത് കുറേ ടെക്സ്റ്റ് കാണും. ചിലപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ ഓഡിയോ അത് കേൾക്കാൻ പറ്റും, അതിൻ്റെ ഓഡിയോ കാണും. അപ്പോൾ ആ ഓഡിയോ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിലുള്ളത് എന്താണോ അത് നമുക്ക് ഓഡിയോ ആയിട്ട് പ്ലേ ചെയ്ത് തരും. സോ അതെന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രാം വഴിയാണ് ചെയ്യുന്നത്. സോ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ തന്നെയാണ്. ഓക്കെ, സോ പൈത്തണിൽ അതെങ്ങനെ നമുക്ക് ആ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം? വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ലൈബ്രറി വേണം. GTTS എന്ന് പറഞ്ഞൊരു ലൈബ്രറി, അതായത് ഗൂഗിൾ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു API ആണ്. അതായത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞൊരു നമുക്കറിയാം, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, അതിൻ്റെ API വഴിയാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് പാസ് ചെയ്ത് നമുക്ക് ഒരു ഓഡിയോ ആയിട്ട് കിട്ടുന്നത്. സോ ഈ ലൈബ്രറി നമുക്ക് ആവശ്യമുണ്ട്. സോ അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ GTTS എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ അത് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. സോ കമാൻഡ് പ്രോംപ്റ്റിൽ എടുക്കുമ്പോൾ നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ GTTS എന്ന് പറയുന്നത്. ഓക്കെ, സോ പിപ്പ് ഇൻസ്റ്റാൾ GT ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഒരു പ്രോഗ്രാമിലോട്ട് കടക്കാം. സോ അതിനായിട്ട് ഞാൻ പൈത്തൺ പ്രോജക്ട്സിനകത്ത് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, ടെക്സ്റ്റ് ടു സ്പീച്ച്. ഓക്കെ, സോ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഫോൾഡർ അത് ഞാൻ ഓപ്പൺ വിത്ത് കോഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ഇതിനകത്ത് ഈ ഫോൾഡറിനകത്ത് നമുക്കൊരു പുതിയ ഫയൽ ഉണ്ടാക്കാം. സോ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് text to speech dot. സോ ഇതൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പോൾ നമുക്കൊരു GTTS ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഞാൻ ഫ്രം GTTS import GTTS. ഓക്കെ, GTTSനകത്തുള്ള ഒരു ലൈബ്രറി നമുക്കൊരു GTTSനെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരണം. ഓക്കെ, ഇനി ഫ്രം OS അല്ലെങ്കിൽ അടുത്ത നമുക്ക് വേണ്ടത് ഇമ്പോർട്ട് OS. ഓക്കെ, സോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനകത്ത് ഒരു ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് ഈക്വൽ ടു Hi, welcome to Python tutorial in Malayalam. Okay, tutorial in Malayalam. Python tutorial മലയാളം എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ടെക്സ്റ്റ്. ഇനി ഇതിനെ നമുക്ക് ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഓഡിയോനകത്ത് കൺവേർട്ട് ചെയ്യുന്നു. സോ നമുക്ക് ഔട്ട്പുട്ട് ഈക്വൽ ടു GTTS. നമ്മൾ ഇതാണ് ഇമ്പോർട്ട് ചെയ്തത്. ഈ ഇമ്പോർട്ട് ചെയ്ത മൊഡ്യൂളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഹോവർ ചെയ്ത് വെച്ചാൽ നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെ കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് TLD com ലാങ് എന്ന് പറഞ്ഞ സ്ലോ ഈക്വൽ ടു ഫാൾസ്, അങ്ങനെ ഓരോ പാരാമീറ്റർ ഉണ്ട്. സോ ഇവിടെ നമ്മൾ 3 പാരാമീറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. ഒന്ന് ടെക്സ്റ്റ്, പിന്നെ ഒന്ന് ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷിലാണ് കൊടുക്കാൻ പോകുന്നത്. അടുത്തത് സ്ലോ എന്ന് പറഞ്ഞ ഫാൾസ്. ഓക്കെ, ഈ 3 പാരാമീറ്റർ ആണ് നമ്മൾ. സ്ലോ ഫാൾസ് എന്ന് പറഞ്ഞാൽ ഈ പതുക്കെ റീഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ലോ പതുക്കെ റീഡ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് text is equal to text, okay, comma lang is equal to നമുക്ക് en കൊടുക്കുക. സോ ഇംഗ്ലീഷിലാണ് നമുക്ക് ട്രാൻസ്ലേറ്റ്. സ്ലോ
സ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാൾസ് ആണ്, കാരണം നമുക്ക് പതുക്കെയല്ല, നമുക്ക് കുറച്ച് സ്പീഡിന് വേണം അത് റീഡ് ചെയ്യാനായിട്ട്, അതായത് ഓഡിയോ സ്പീഡിന് വേണ്ടിയിട്ടാണ് വേണ്ടത്. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് ഇനി ഔട്ട്പുട്ട് ഡോട്ട് സേവ്. ഔട്ട്പുട്ട് ഡോട്ട് സേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെക്സ്റ്റിനെ ഓഡിയോയിൽ കൺവേർട്ട് ചെയ്ത് അതിനെ നമുക്ക് ആ ഫയലിൽ നമുക്ക് സേവ് ചെയ്യണം. ഓക്കെ, സോ സേവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് സ്പീച്ച് ഡോട്ട് mp3. ഓക്കെ, സോ mp3 സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഓക്കെ, റൺ ചെയ്തു. ഓക്കെ, സോ നമുക്കിവിടെ ഒരു mp3 ഉണ്ട്, ഇവിടെ ഒരു mp3 ആയിട്ട് കൺവേർട്ട് ചെയ്ത് സേവ് ആയിട്ടുണ്ട്. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോൾഡർ എവിടെയെന്ന് എനിക്കെന്ന് പറഞ്ഞാൽ, സോ ഇതാണ് ടെക്സ്റ്റ് ടു സ്പീച്ച്. ഓക്കെ, ഓപ്പൺ വിത്ത് ഓപ്പൺ കൊടുക്കാം. Hi, welcome to Python tutorial Malayalam. ഓക്കെ, സോ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് തന്നെ കൺവേർട്ട് ആയിട്ടുണ്ട്. Hi, welcome to Python tutorial Malayalam. ഓക്കെ, സോ ഇതാണ് നമുക്ക് ടെക്സ്റ്റ് നമുക്ക് സ്പീച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ ഇത്രയും നമുക്ക് കൊടുത്താൽ മതി. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തു, ഇനി നമുക്ക് ഒരു ഫയൽ വേണം. ഓക്കെ, ഒരു ഫയലിനകത്ത് കുറെ ടെക്സ്റ്റ് കാണും. സോ ആ ടെക്സ്റ്റിന് നമുക്ക് എന്താ പറയുക, ആ ടെക്സ്റ്റിനെ റീഡ് ചെയ്തിട്ട് അതിനെ ഓഡിയോയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതാണ് നമ്മുടെ അടുത്ത ഒരു പരിപാടി. സോ അടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്ന ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് text.txt. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ഏതെങ്കിലും ഒന്ന് നമുക്കൊരു ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ടൈറ്റിൽ നമ്മൾ സേവ് ചെയ്തിടുക. ഓക്കെ, സോ നമ്മൾ ടെക്സ്റ്റ് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ടെക്സ്റ്റിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് അതിനെ റീഡ് ചെയ്യണം. ഓക്കെ, സോ അതിനു വേണ്ടി നമ്മൾ കമന്റ് ഇവിടെ കൊടുക്കുക. നമുക്ക് അതിന് പകരം ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ഓപ്പണിനകത്ത് നമുക്ക് എന്തൊക്കെയാണ്, ഓപ്പൺ ഫയൽ. ഓക്കെ, സോ ഫയലാണ്. സോ ഇപ്പം നമ്മൾ കറണ്ട് ഫോൾഡറിലാണ് നിൽക്കുന്നത്. ഈ ടെക്സ്റ്റ് ഫയൽ നമ്മൾ കറണ്ട് ഫോൾഡറിലാണ്. സോ നമുക്ക് അതിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ടു, നമുക്ക് സ്ലാഷ് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മോഡ്, ഓപ്പൺ ടെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മോഡല്ല, നമുക്ക് ഇവിടെ ഒരു ചുമ്മാ ജസ്റ്റ് ഒരു റീഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ ടെക്സ്റ്റ് അതിനെ റീഡ് ഓൺലി, അതായത് ഇത് ഓപ്പൺ ചെയ്തിട്ട് റീഡ് ഓൺലി മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്കിത് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ചിലപ്പോൾ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്, എന്നാലും can't open text to dot pys എന്ന് നോക്കാം. നോ നെയിം നോട്ട് ഫൗണ്ട്. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തേണ്ടി വരും. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത അതിനെ റീഡ് ചെയ്യണം. ഓക്കെ, സോ to text is equal to text dot read. Okay,
ടെക്സ്റ്റ് ഡോട്ട് റീഡ്. എന്നിട്ട് ഈ 2 ടെക്സ്റ്റിന് നമ്മൾ ഇതിനകത്തോട്ട് ലൈൻ 1. സോറി, ഈ ഒരു സാധനം നന്നായിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. നമുക്കത് പ്ലേ ഒന്ന് ചെയ്ത് നോക്കാം. Kurup is a 2021 Indian Malayalam language crime thriller film written by K.S. Aravind, Jitham K. Jose and Daniel Sayuj Nair, based on The Fugitive Sukumara Kurup and directed by Srinath Rajendran. Starring Dulquer Salman in the ഓക്കെ, നമുക്കിവിടെ ടെക്സ്റ്റ് കൺവേർട്ട് ആയിട്ട് വേറെ ഒന്നുമല്ല, ഇവിടെ ചെറിയൊരു എറർ അടിച്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് ഈ ടെക്സ്റ്റിനെ ഓപ്പൺ ചെയ്തിട്ട് റീഡ് മോഡ് ആക്കണം. ഇത് 6 എന്ന് പറഞ്ഞാൽ റീഡ് മോഡാണ്. എന്നിട്ട് അതിനെ വെച്ചിട്ട് ഇനി ഇവിടെ റീഡ് ചെയ്യണം. ഓക്കെ, ഈ ടെക്സ്റ്റിനെ തന്നെ നമുക്ക് റീഡ് ചെയ്തിട്ടോ. അപ്പം അതിന് നമുക്കൊരു എന്താ പറയുക, ഒരു സ്ട്രിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ആ സ്ട്രിങ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഈ വേരിയബിളിനകത്ത് സെറ്റ് ചെയ്ത് വെക്കും. സോ ഇത്രയേ ഉള്ളൂ ഒരു ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ സ്പീച്ച് ടു ടെക്സ്റ്റിലോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ടെക്സ്റ്റ് ടു സ്പീച്ച് പോലെയല്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഈ കമൻറ്റ് സെക്ഷനകത്തിടാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്